Good afternoon. Good afternoon. Okay, and survey portion കൂടി ഉണ്ട്. അതുകൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇനി മോഡൽ എക്സാമും ഒക്കെ ആയിട്ട് നിങ്ങൾ ഭയങ്കര ബിസി ആയിരിക്കും. നമ്മൾ മോക്ക് ടെസ്റ്റിന് അതിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് പഠിക്കാത്ത എല്ലാവരും. ഇനി ഞാൻ എടുക്കാൻ പോണത് ഇനി ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് മുതൽ അങ്ങനെ എടുക്കണം. നോക്കാട്ടാ. ടൈപ്സ് ഓഫ് ഫോർമാറ്റ് പറയേണ്ട സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതേപോലെ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പിന്നെ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ഒരുപാട് മെഡിക്കൽ റെക്കോർഡ്സ് ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. മെഡിക്കൽ റെക്കോർഡ്സ് ഇസ് അറേഞ്ച്ഡ് ഇൻ ദ സെഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റ് വിച്ച് പ്രൊവൈഡ് കെയർ ആൻഡ് ഡാറ്റ. ചില മെഡിക്കൽ റെക്കോർഡ്സ് അവരവരുടെ ഏത് സെഷനിലാണോ ആ പേഷ്യന്റ് കെയർ വന്നിരിക്കുന്നത് ആ ഒരു സെഷനിലെ ഡിപ്പാർട്ട്മെന്റിൽ പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. Hence, the name of source-oriented medical records. Form are organized in accordance with the date. Date and maintained. Usually, the records is arranged in reserves of chronological order at the nearest station. Chronological order date and medical records keep the date in the patient at the date when a patient. So the most information is the font and oldest information is at the back of each session. അപ്പൊ ഏറ്റവും ആദ്യം വന്ന ഇൻഫർമേഷൻസ് നമുക്ക് ആദ്യം കിട്ടും, പിന്നെ വന്നത് ബാക്കിലേക്ക് ആയിരിക്കും. റെക്കോർഡ്സ് ഇസ് റീഓർഗനൈസ്ഡ് ആഫ്റ്റർ ദ പേഷ്യന്റ് ഡിസ്ചാർജ്. പിന്നെ ഈ റെക്കോർഡ്സ് അറേഞ്ച് ചെയ്യണത് അല്ലെങ്കിൽ റീഓർഗനൈസ് ചെയ്യണത് നമ്മുടെ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയതിനു ശേഷം ഈ റെക്കോർഡ്സ് ഒക്കെ എടുത്ത് അറേഞ്ച് ചെയ്യണത്. ഇനി സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ എന്താണ് അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് SOMR അത് ഷോർട്ട് ഫോം ആണ്, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. Organize the record from each source together and make it easy to decide assessment, treatment, observation a particular department provides. എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ സോഴ്സിനുള്ള റിപ്പോർട്ട്സുകൾ ഒരുമിച്ച് കൊണ്ടുവന്ന് അത് ഒരുമിച്ച് കൂട്ടിയുള്ള അസസ്മെന്റ് ഒരുമിച്ചായിരിക്കും അത് ഒബ്സർവ് ചെയ്യുന്നത്. അതൊക്കെ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് പ്രൊവൈഡ് ചെയ്യും. എന്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ചിട്ട് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രൊവൈഡ് ചെയ്യും. സോഴ്സ് ആണ് മെയിൻ ആയിട്ട് നോക്കണത്. എന്താണ് ആ ഒരു നോക്കുന്നത്. Disadvantage is not possible to rapidly decide all the patient problem and treatment being given for the patient at a given time as the data from different departments are arranged in the session and it's not accordance with the problem of the patient or integrated in time sequence. ഇത് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ലൊരു പേഷ്യന്റ് ഇന്ന അസുഖമാണെന്ന് കണ്ടെത്താനും ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കാനും ബുദ്ധിമുട്ടായിരിക്കും. സോഴ്സ് അനുസരിച്ച് നമുക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടൊന്നും നമുക്ക് അസസ് ചെയ്യാനല്ലാണ്ട് പ്രോബ്ലംസ് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പേഷ്യന്റിന് എന്താണ് പ്രശ്നം എന്ന് കണ്ടാലാണ് അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോഴ്സ് ഓറിയന്റഡ് ഡാറ്റാസ് അല്ല അല്ലെങ്കിൽ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് അത്രയും ഡിപ്പെൻഡബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് നോക്കുന്നത്, രണ്ടാമത്തെ റെക്കോർഡാണ് പ്രോബ്ലം ഓറിയന്റഡ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ലോറൻസ് എൽബെഡ് ആണ്. Provide a systematic method of documentation. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ആണ് കൂടുതലായിട്ട് ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുന്നത്. ടു റിഫ്ലക്ട് ദ ലോജിക്കൽ തിങ്കിങ്, കൂടുതലായിട്ട് ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓൺ ദ പാർട്ട് ഓഫ് ഫിസിഷ്യൻ കൺട്രോളിങ് ദ കെയർ ഓഫ് ദ പേഷ്യന്റ്. മെയിൻ ആയിട്ട് ഫിസിഷ്യന്റെ കൺട്രോളാണ് വന്നത്. പേഷ്യന്റ് എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതനുസരിച്ച് അയാളുടെ പ്രോബ്ലത്തിനനുസരിച്ചായിരിക്കും നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Physician explain the following each clinical problem individually and organize them for solution. ഇത് ഓരോ പ്രോബ്ലംസും മനസ്സിലാക്കി ആ ഓരോ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസും നമ്മൾ എന്തെങ്കിലും കണ്ടെത്തി കൊടുക്കും. ബേസിക് പാർട്ട് ഓഫ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ബേസിക് പാർട്ട് ആണ് അങ്ങനെ ഡാറ്റാബേസ് കാര്യങ്ങള്, സോഷ്യൽ ഡാറ്റ, പ്രൊഫൈല്, പേഷ്യന്റ് എന്താണ് അസുഖം, പേഷ്യന്റിന്റെ പ്രൊഫൈൽ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിക്കും. രണ്ടാമത്താണ് പ്രോബ്ലം ലിസ്റ്റ്. അദ്ദേഹത്തിന് എന്താണോ പ്രോബ്ലം, എന്താണ് ആ പ്രശ്നം, അദ്ദേഹം എന്താണ് ഫേസ് ചെയ്യണ ആ ഒരു ഇത് എന്താണെന്ന് മനസ്സിലാക്കും. നെക്സ്റ്റ് ഇനിഷ്യൽ പ്ലാൻ, നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കാൻ പോകുന്നുള്ള പ്ലാൻ നോക്കും. പിന്നെ പ്രോഗ്രസ് നോക്കുക, അദ്ദേഹത്തിന് ഇപ്പൊ വന്നിരിക്കുന്ന മാറ്റങ്ങളും അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ എഴുതും. ആദ്യം എന്താ പറഞ്ഞത്, ബേസിക് പാർട്സ് ഓഫ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് പറഞ്ഞത്. ആദ്യം വന്നത് ഡാറ്റാബേസ് ആണ്. മിനിമം സെറ്റ് ഓഫ് ഡാറ്റ ടു ബി ഗോട്ട് ഓൺ എവറി പേഷ്യന്റ്. That includes chief complaint. മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന കംപ്ലൈന്റ് എന്താണെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. പേഷ്യന്റ് ഇൽനെസ്, അദ്ദേഹത്തിന് എന്ത് വയ്യാടിയാണെന്നുള്ള കാര്യം.
പേഷ്യന്റിന്റെ പ്രൊഫൈൽ, അതിന്റെ ഏജ്, പിന്നെ നെയിം, ഏത് ഇതിലെ പെടുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അസോസിയേറ്റഡ് സോഷ്യൽ ഡാറ്റാസ്, പാസ്റ്റ് ഹിസ്റ്ററി, നമ്മുടെ പേഷ്യന്റ് എന്തെങ്കിലും പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളും എന്ത് മെഡിക്കൽ റെക്കോർഡ്സിൽ എഴുതിയിട്ടുണ്ട്, ഡാറ്റാബേസിൽ കവർ ചെയ്യും. റിവ്യൂ ഓഫ് സിസ്റ്റം, ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് ഡിനൈഡ് കണ്ടന്റ്, ബേസിക് ലൈൻ ഓഫ് ലാബോറട്ടറി ഡാറ്റാസ്. ഇനി ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ലാബ് ടെസ്റ്റ് റിസൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി എന്തെങ്കിലും ഉണ്ടാവും, ഡാറ്റാബേസിൽ ഉണ്ടാവും. ഇനി പ്രോബ്ലം ലിസ്റ്റ് ആണ് കേട്ടോ. പ്രോബ്ലം ലിസ്റ്റിലാണ് ഇത് കണ്ടെയ്ൻഡ് ഓൺ ഫ്രം പ്ലേസ് ഇൻ ഫ്രണ്ട് ഓഫ് റെക്കോർഡ്. മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഫ്രണ്ട് പേജിൽ ഉണ്ടാവും. പ്രോബ്ലംസ് ആർ എനിത്തിങ് ദാറ്റ് നീഡഡ് ടു മാനേജ് ഡയഗ്നോസിസ് വർക്ക്. എന്ന് വെച്ചാൽ അത് ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് നമ്മൾ കണ്ടത്. മാനേജ് ചെയ്യണം, അത് ഡയഗ്നോസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമുക്ക് പറഞ്ഞത്. ഇൻക്ലൂഡിങ് മെഡിക്കൽ, സോഷ്യൽ, എക്കണോമിക്, ഡെമോഗ്രാഫിക് പ്രോബ്ലംസ് ആൻഡ് പാസ്റ്റ് ആൻഡ് പ്രസന്റ്. ഇങ്ങനത്തെ വേണമെങ്കിൽ ആവാം, മെഡിക്കൽ ആവാം, സോഷ്യൽ ആവാം, എക്കണോമിക്കൽ, ഡെമോക്രാറ്റിക് പ്രോബ്ലംസ് ആവാം, ചില പാസ്റ്റ് മുമ്പ് നടന്ന ഒരു പ്രശ്നത്തിന്റെ സൈഡ് എഫക്ട് ആവാം, അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡയഗ്നോസിസ് ചെയ്യാന്നുള്ളതാണ് പ്രോബ്ലം ലിസ്റ്റിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് കണ്ടെത്തും. List must be affecting the problems at the level of the physician appreciation of a particular problem. ഈ ലിസ്റ്റിൽ ഫിസിഷ്യൻ കണ്ടെത്തുന്ന പ്രശ്നങ്ങളും എഴുതിയിട്ടുണ്ടാവും. The problem list may contain a statement of abnormal findings, physiological detection or specific diagnosis. അപ്പൊ ഇതിൽ അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ഈ പേഷ്യന്റ് അബ്നോർമൽ ആയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. ഇനി നമ്മുടെ ഫിസിയോളജിക്കൽ ഡിറ്റക്ഷൻ നമുക്ക് അത് ട്രീറ്റ് ചെയ്തപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കും. സ്പെസിഫിക് ഡയഗ്നോസിന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ഡയഗ്നോസിസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി എടുത്തിട്ടുണ്ടാവും. Additions and charges are made in the list since no problems are identified and active problems resolved. ഇനി ഇത് കൂടാണ്ട് ഈ പ്രോബ്ലം നമ്മൾ കണ്ടെത്തിയതിനും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും വേറെ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. പ്രോബ്ലംസ് ആർ മാർക്ക്ഡ് ആൻഡ് ബ്രോക്ക്ഡ് ഓർ സോൾവ്ഡ്. ഈ പ്രോബ്ലംസ് നമ്മളിപ്പോ എഴുതി വെച്ചിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാനും അത് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതെല്ലാം സോൾവ് ചെയ്ത് കൊടുക്കും. ഇനീഷ്യൽ പ്ലാൻ ആണ്. പ്രോബ്ലംസ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്താണ് അതിന് എന്താണോ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് ഇനീഷ്യൽ പ്ലാൻസിൽ വേണ്ടത്. ഇറ്റ് കണ്ടെയ്ൻസ് വാട്ട് വിൽ ബി ഡൺ ടു ലേൺ മോർ അബൌട്ട് ദ പേഷ്യന്റ് കണ്ടീഷൻ. ഇത് ഇനീഷ്യൽ പ്ലാൻ ആണ്. ഈ പേഷ്യന്റ് കണ്ടീഷൻ മനസ്സിലാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ട്രീറ്റ് ദ കണ്ടീഷൻ, അതിന് എങ്ങനെയാണ് ആ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. മസ്റ്റ് ഇന്ററാക്ട് പേഷ്യന്റ് അബൌട്ട് കണ്ടീഷൻ, അദ്ദേഹത്തിന്റെ കണ്ടീഷനെ കുറിച്ച് അദ്ദേഹത്തിനായിരിക്കും അല്ലെങ്കിൽ പേഷ്യന്റിനായിരിക്കും കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. നമ്മ കാണുന്നുള്ളൂ, പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ പേഷ്യന്റാണ്. അപ്പൊ ആ പേഷ്യന്റിനോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. Condition doubted or not be ruled out are not in the initial plans. കണ്ടീഷൻ എന്തെങ്കിലും ഡൗട്ട് ഉള്ള കണ്ടീഷൻ ആണെങ്കിൽ അതൊന്നും റൂൾ ചെയ്യേണ്ട കാര്യം, എഴുതേണ്ട കാര്യമില്ല ഇനിഷ്യൽ പ്ലാനിൽ. ഇനി അടുത്താണ് സ്പെസിഫിക് പ്ലാൻ തയ്യാറാക്കുക. സ്പെസിഫിക് പ്ലാൻ ഫോർ ഈച്ച് പ്രോബ്ലം ആർ കാറ്റഗറൈസ്ഡ് ഇൻടു മോർ ഇൻഫർമേഷൻ ഫോർ ഡയഗ്നോസിസ് മാനേജ്മെന്റ്. അപ്പൊ നമ്മുടെ ഡയഗ്നോസിസ് മാനേജ്മെന്റ് ആ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഒരു സ്പെസിഫിക് പ്ലാൻ എന്ത് ചെയ്യാൻ തയ്യാറാക്കുക. പിന്നെ അടുത്താണ് തെറാപ്പി. നമ്മൾ എന്ത് കൊടുക്കും, മെഡിസിൻ കൊടുക്കും, അതിന് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, അതിന്റെ റിസൾട്ട് നോക്കും. തെറാപ്പി പ്രൊവൈഡ് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡ്രഗ്സ്, നമ്മൾ എത്ര ഡ്രഗ്സ് ആണ് കൊടുത്തത്, അതിന്റെ ഡോസ് എന്താണ്, എത്ര ദിവസമാണ്, എന്നാണ് കൊടുത്തത്, കാര്യങ്ങൾ, അതിന്റെ പ്രൊസീജിയേഴ്സ് നോക്കാം, ഗോൾസ് നോക്കാം. ഇനി പേഷ്യന്റ് എഡ്യൂക്കേഷൻ ആണ്. പേഷ്യൻസിന് ഒരു ലിമിറ്റിന് മരുന്ന് ഇന്ന നേരത്തെ കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ, ഇന്ന മരുന്ന് ഇന്നൊരു അസുഖത്തിനാണെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് തരണമെന്നുള്ള കാര്യങ്ങളൊക്കെ അത് എഴുതിയിരിക്കണം. ദെൻ പ്രോഗ്രസ് നോട്ട് ആണ്. ഇത് ഫോളോ അപ്പ് ഓഫ് ഈച്ച് പ്രോബ്ലംസ്. ഈ എല്ലാ ഫോളോ അപ്പ് ചെയ്യും. ഇന്ന പ്രോബ്ലം സോൾവ് ആയോ, പേഷ്യന്റ് ഇന്ന അസുഖം ഇല്ല എന്നുള്ളൊരു ഫോളോ അപ്പ് ചെയ്യും. നിങ്ങൾക്ക് അസുഖം കുറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ രീതിയിൽ കേട്ടോ. ഈച്ച് നോട്ട് ഈസ് പ്രൊസീഡ് ബൈ ദ നമ്പർ ഓഫ് ടൈറ്റിൽ അഡാപ്റ്റ് പ്രോബ്ലംസ് കണ്ടെയ്ൻ എനി ഓഫ് SOAP. SOAP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് പ്ലാൻസ് ആണ്. അപ്പൊ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ നോക്കാനായിട്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ പ്രോഗ്രസ് നോട്ട് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്, സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ആക്ഷൻ പ്ലാൻ. ഈ SOAPയുടെ ഫുൾ ഫോം ഇവിടെ പറയുന്നില്ല, എന്നാലും ചെറുതായിട്ട് ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എവിടെയെങ്കിലും എഴുതി വെക്കാം കേട്ടോ. SOAP എന്ന് വെച്ചാൽ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് പ്ലാൻ ആണ് ഫുൾ ഫോം. ഇനി SOAP എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് റിസീവിംഗ് നോട്ട് ബൈ എനി ഓർ ഓൾ ഓഫ് ഓൾ ദ ഫോളോയിങ് എലമെന്റ്. ഈ പറഞ്ഞിരിക്കുന്ന നോട്ടിൽ റിസീവിംഗ് നോട്ടിൽ എന്തുണ്ടാവണം, താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ എലമെന്റ്സും വേണം. സബ്ജക്റ്റീവ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എഴുതിയിരിക്കുന്നത്. സിംബോമാറ്റിക്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ എന്താണ് കണ്ടുകൊണ്ട് കാണുന്ന ആ കാര്യങ്ങൾ എഴുതണം.
അസസ്മെന്റ് നമുക്ക് എന്താണ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഇംപ്രഷൻ ഓഫ് ദ പ്രസന്റ് കണ്ടീഷൻ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. പിന്നെ ആൻഡ് പ്ലാൻ എന്നാണുള്ളത്, നമ്മൾ എന്താണ് ചെയ്യാൻ പോണ കാര്യങ്ങൾ ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ എന്താണ് ഫോർകാസ്റ്റ് ചെയ്യാൻ പോണെന്നുള്ളത്. ദ റൈറ്റിംഗ് പ്രോഗ്രസ് നോട്ട് ഈസ് എ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഇറ്റ്സ് ഓഫ്റ്റൻ റെഫേഴ്സ് ടു ആൻ സോപ്പിംഗ്. ഇത് നമ്മുടെ ഈ പ്രോഗ്രസ് നോട്ട് എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഓറിയന്റഡ് ഫോർമാറ്റിലാണ്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? സോപ്പിംഗ് എന്ന് പറയുന്നത്. എന്താണ് സോപ്പിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ദ റൈറ്റിംഗ് ദ പ്രോഗ്രസ് നോട്ട് ഇൻ POMR format, problem oriented medical record format is often called സോപ്പിംഗ്. ആരും ശ്രദ്ധിക്കൂല, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ആണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ഇനിയും ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. ഓൾ ദ ഫോംസ് ആർ കമ്പൈൻഡ് ഇൻ സ്ട്രിക്ട് ക്രോണോളജിക്കൽ ഓർഡർ. ഡെയിലി വന്ന കാര്യങ്ങൾ ഡെയിലി ആയിരിക്കും ആ ഇതിൽ വന്നത് റെക്കോർഡിൽ നമ്മൾ എഴുതുന്നത്. ഡേറ്റ് അനുസരിച്ചായിരിക്കും, ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യണേ. On the nursing session, the most current event will be at the beginning of the record. നമ്മൾ ആദ്യം കാണുന്നത് ഇപ്പൊ റെക്കോർഡ് ആണെങ്കിൽ ആദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ആദ്യത്തെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കറന്റ് ഇവന്റ് ആയിരിക്കും ആദ്യം കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഇവന്റുകൾ എന്തെങ്കിലും കാണിക്കുന്നത് കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, അടുത്ത ഇവന്റായിരിക്കും കാണിക്കുന്നത്. On the nursing station, the most current event will be at the beginning of the record. On discharge will be on the discharge it will be reorganized as that the complete medical record is from admission to discharge. അത് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഒരിക്കലും എന്ത് ചെയ്യണത്? അഡ്മിഷൻ ടു ഡിസ്ചാർജ് എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും അത് ഓർഡർ ചെയ്ത് വെക്കുന്നത്. സോ ദ പേഷ്യന്റ് റെക്കോർഡ് മേ ബി ഹിസ്റ്ററി, physical examination, follow up by progress note, the nurse note, X-ray report, additional progress note, consultation report, so on. ഈ പേഷ്യന്റ് റെക്കോർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഫിസിക്കൽ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, ഫോളോ അപ്പ് ബൈ പ്രോഗ്രസ് നോട്ടിന്റെ നോട്ട് ഉണ്ടാവും. പിന്നെ നേഴ്സിന്റെ നോട്ട് ഉണ്ടാവും. നേഴ്സ് ഓരോ സമയവും ടെമ്പറേച്ചർ, അതേപോലെ BP നേഴ്സ് നോട്ടിലാണ്. ആ കാര്യങ്ങൾ ഈ റെക്കോർഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ അറ്റാച്ച് ചെയ്യും. എക്സ്റേ റിപ്പോർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കും. അഡീഷണൽ പ്രോഗ്രസ് നോട്ടോ കൺസൾട്ടേഷൻ റിപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം ഈ റെക്കോർഡിൽ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് all the information on a particular episode of care is together, thus giving an exact picture of the patient illness and reports later. അപ്പൊ ഇങ്ങനത്തെ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പേഷ്യൻസിന് എക്സ്ട്രാക്ട് ആയിട്ടുള്ള കാരണം, അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം എങ്ങനെയാണ് ആ അസുഖത്തിന് ട്രീറ്റ് റെസ്പോണ്ട് ചെയ്തതെന്ന് മനസ്സിലാവും. എ പേഷ്യന്റ് പ്രോഗ്രസ് ക്യാൻ ബി ഡിസൈഡഡ് റാപ്പിഡ്ലി. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിന് കുറച്ച് എന്താണ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. Similar information is difficult to compare because all the record of one type are not together in record. അപ്പൊ ഒരേ ടൈപ്പിലുള്ള റെക്കോർഡുകൾ ഒരുമിച്ചായിരിക്കില്ല കൊടുത്തിരിക്കുന്നത്. കാരണം ഈ പ്രാവശ്യം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം കൊടുത്തിട്ടുണ്ട്, പിന്നെ അടുത്തതായിരിക്കും അടുത്ത പ്രാവശ്യം ട്രീറ്റ്മെന്റിന്റെ സമയത്തുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ FBSL എന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഉണ്ടെങ്കിൽ അത് ഈ പ്രാവശ്യത്തെ ട്രീറ്റ്മെന്റിന്റെ ഈ സെഷനിൽ ഉണ്ടാവും. വീണ്ടും നമ്മൾ അടുത്ത പ്രാവശ്യത്ത് നോക്കണമെങ്കിൽ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ചെക്ക് ചെയ്യേണ്ടി വരും. 3-4 പേജുകൾ മറച്ച് ചെക്ക് ചെയ്യേണ്ടി വരും. ഓൺലി വൺ ഇൻഡിവിജ്വൽ ക്യാൻ റെക്കോർഡ് അറ്റ് എ ടൈം. ഒരു ഇൻഡിവിജ്വലിന്റെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഒറ്റ ടൈമിൽ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അതിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്, അതിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ എന്താ പറഞ്ഞ സോപ്പിംഗ് എന്താന്ന് പറഞ്ഞു, സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് പ്ലാനിങ് ആണ്. ദെൻ നമ്മളുടെ എന്താ പറഞ്ഞത് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിൽ വന്ന ഐറ്റംസ് ആണ് ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനിഷ്യൽ പ്ലാൻസ്, പ്രോഗ്രസ് നോട്ട്. അതിക്ക് മുമ്പ് പറഞ്ഞത് എന്താണ് ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സിനെ കുറിച്ച് പറഞ്ഞു. അതിൽ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്. അങ്ങനെ 3 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 3 റെക്കോർഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ കേട്ടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ പിള്ളേരെ. എനിക്കെടുത്ത് ഭയങ്കര സ്പീഡിലാണ് ഈ ചാപ്റ്റർ എടുത്തത് എനിക്കറിയാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ നോക്കുക. അത് ഞാൻ കൂടുതലും പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്താണ് എഴുതിയിരിക്കുന്നത്.
നോക്കാം. അതൊക്കെ നന്നായിട്ട് പഠിക്കാം. ഓക്കെ. ഇന്ന് എടുത്ത കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിക്കോട്ടോ. ഒരു 5 മിനിറ്റ് തരാം.
എല്ലാവരും പോർഷൻ വായിച്ചു കഴിഞ്ഞോ? സോ ഇന്നത്തെ ചെറിയ പോർഷൻ ആയിരുന്നു. ഡൗട്ട് ഒന്നും ഇല്ലാലോ? ഇല്ല മിസ്. ക്വസ്റ്റ്യൻസ് ഒന്ന് ഫോളോ ചെയ്തിട്ടാ. താങ്ക് യു. ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ ശരിയെന്നാ. എവിടെയെങ്കിലൊക്കെ വെച്ച് ഏതെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ വെച്ച് കാണാം. താങ്ക് യു. താങ്ക് യു മിസ്. Thank you.